ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. കറി ഉണ്ടാക്കാൻ പച്ചക്കറികൾ കുറവുള്ളപ്പോഴും ഒട്ടും സമയമില്ലാത്തപ്പോഴും കഞ്ഞിവെള്ളം കൊണ്ട് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു മൺചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം സ്റ്റവിലൊന്ന് ചൂടാക്കാനായി വെക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 5-6 ചെറിയുള്ളിയും 4 വറ്റൽ മുളകും കൂടി ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയും മുളകും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും മുളകും നന്നായി വഴറ്റി ഒട്ടും തന്നെ പച്ചച്ചവയില്ലാതെ നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഉള്ളിയും മുളകും ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് പൊടികളുടെ എല്ലാം പച്ചമണം മാറാനായി ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കാതെ കുറച്ചൊന്ന് പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കറിയിലേക്ക് അലിഞ്ഞു ചേരുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് നന്നായി വഴറ്റി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്രധാന ചേരുവയായ കഞ്ഞിവെള്ളമാണ് ചേർക്കാനുള്ളത്. 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം ചേർത്തിട്ട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. കറി കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വരും. അതുകൊണ്ട് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഒരുപാട് കുറുകിയ കൊഴുപ്പ് കൂടിയ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വെള്ളം പോലുള്ള കഞ്ഞിവെള്ളം ഒഴിവാക്കിയിട്ട് നമ്മുടെ പശുവിൻ പാലിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലുള്ള കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കറി ഒന്ന് പാകമായി കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഈ കറി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം 1 മിനിറ്റോളം നന്നായി തിളച്ച് നമ്മുടെ കറി ഒന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 5 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിവെള്ളം ആയതുകൊണ്ടും മൺചട്ടിയിലായതുകൊണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും കറി നന്നായിട്ടൊന്ന് കുറുകി വരും. അതുകൊണ്ട് കഴിയുന്നതും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്